Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വാമിമുക്കിൽ നാർക്കൽ മുണ്ടിയ കുന്നിടിച്ച് മണ്ണെടുക്കാനുള്ള ശ്രമം നാട്ടുകാർ വീണ്ടും തടഞ്ഞു. തടഞ്ഞവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അറസ്റ്റ് ചെയ്ത് മാറ്റിയത് CPM ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ. കാസർഗോഡ് പാർലമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പയ്യന്നൂർ നിയോജക മണ്ഡലം LDYF യുവജന കൺവെൻഷൻ ടി മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധ റമദാനെ വരവേൽക്കാൻ ഒരുങ്ങി വിശ്വാസി സമൂഹം. മുന്നോടിയായി മസ്ജിദുകളിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു. മാസപ്പിറവി കണ്ടാൽ അടുത്ത ആഴ്ച ആദ്യ ദിവസത്തോടെ റമദാൻ മാസാചരണത്തിന് തുടക്കമാകും. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ മാരത്തോൺ പരിപാടി സംഘടിപ്പിച്ചത് ഓടാം തുല്യത നേടാൻ എന്ന സന്ദേശവുമായി. വാർത്തകൾ വിശദമായി. സ്വാമിമുക്കിൽ നാർക്കൽ മുണ്ടിയ കുന്നിടിച്ച് മണ്ണെടുക്കാനുള്ള ശ്രമം നാട്ടുകാർ വീണ്ടും തടഞ്ഞു. തടഞ്ഞവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. CPM ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയത്. പോലീസ് സുരക്ഷയിൽ കുന്നിടിച്ച് മണ്ണെടുക്കുകയും ചെയ്തു. കാങ്കോലാലപ്പടമ്പ പഞ്ചായത്തിലെ കക്കിരിയാട് നാർക്കലിലെ 1.5 ഏക്കറോളം വരുന്ന കുന്നിടിച്ച് മണ്ണെടുക്കാനുള്ള ശ്രമമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വീണ്ടും തടഞ്ഞത്. ഏതാനും ദിവസം മുമ്പ് പോലീസ് സുരക്ഷയോടെ മണ്ണെടുക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് വെള്ളിയാഴ്ച പോലീസിന്റെ സഹായത്തോടെ വീണ്ടും മണ്ണെടുക്കാൻ ബന്ധപ്പെട്ടവർ എത്തിയത്. ദേശീയപാത നവീകരണത്തിന്റെ പ്രവർത്തനങ്ങൾക്കായാണ് ഇവിടെ നിന്നും മണ്ണെടുക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കുന്നിൽ നിന്ന് മണ്ണെടുക്കാനുള്ള അവകാശം മേഘ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് JCB ഉൾപ്പെടെ എത്തിച്ച് ബന്ധപ്പെട്ടവർ മണ്ണെടുക്കാനായി എത്തിച്ചേർന്നത്. പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. മണ്ണെടുക്കാനുള്ള ശ്രമം CPM നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള നാട്ടുകാർ സ്ഥലത്തെത്തി തടഞ്ഞു. ഇതോടെ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തുടർന്ന് ഇവിടെ നിന്ന് മണ്ണെടുക്കുകയും ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറി T വിജയൻ, T തമ്പാൻ, C ഹരീന്ദ്രൻ, TK ശങ്കരൻ, C ജയശ്രീ, വാർഡ് മെമ്പർ ഷീബ ദിവാകരൻ ഉൾപ്പെടെ 20ഓളം പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അതിനിടെ മണ്ണെടുക്കാനുള്ള ശ്രമം ശക്തമായി തടയുമെന്ന് നാട്ടുകാരും മുന്നറിയിപ്പ് നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാസർഗോഡ് പാർലമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പയ്യന്നൂർ നിയോജക മണ്ഡലം LDYF യുവജന കൺവെൻഷൻ പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ടി മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പയ്യന്നൂർ നിയോജക മണ്ഡലം LDYF യുവജന കൺവെൻഷൻ സംഘടിപ്പിച്ചത്. റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ടി മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും നിലക്ക് നമ്മുടെ ഭാരത സർക്കാരിന്, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് വിഷമം വരുത്തുന്ന ഒരു കാര്യവും ആ സിനിമയിൽ കൈകാര്യം ചെയ്യുന്നില്ല. ഒരു എൻ്റർടൈനർ എന്ന നിലയ്ക്ക് കുറച്ച് സമയം നമുക്കിരുന്ന് ചിരിക്കുകയും കുറച്ച് വേദനാപൂർവമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്ത് ആ സിനിമ ഒരു നല്ല അനുഭവമായി. AIYF കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ചന്ദ്രകാന്ത് അധ്യക്ഷനായി. PP അനീഷ, PP സിദിൻ, VK നിഷാദ്, VP രജീഷ്, അഷ്റഫ് പിലാത്ര, P വിനു, K അനീഷ്,
AJ ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ യുവജന കമ്മിറ്റി കൺവീനറായി സരിൻ ശശിയെയും ചെയർമാനായി P. വിനുവിനെയും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിശുദ്ധ റമദാനെ വരവേൽക്കാനൊരുങ്ങി വിശ്വാസി സമൂഹം. മുന്നോടിയായി മസ്ജിദുകളിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു. മാസപ്പിറവി കണ്ടാൽ തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വ ദിവസം റമദാൻ മാസാചരണത്തിന് തുടക്കമാകും. മനസ്സും ശരീരവും ആത്മീയമായും സാംസ്കാരികവുമായും കടഞ്ഞെടുത്ത് അവനെ ഒരു യഥാർത്ഥ മനുഷ്യനായി മാറ്റുക എന്ന മഹത്തായ സന്ദേശമാണ് പുണ്യമാസമായ റമദാൻ ലക്ഷ്യം വയ്ക്കുന്നത്. ഖുർആൻ പാരായണവും പ്രാർത്ഥനകളുമായി വിശ്വാസി സമൂഹം റമദാൻ മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. മുന്നോടിയായി മസ്ജിദുകളിൽ നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. ശുചീകരണ പ്രവർത്തനവും അണുവിമുക്തമാക്കൽ, ഇലക്ട്രിക് ജോലിയും പെയിന്റിംഗ് അറ്റകുറ്റപ്പണികളും പൂർത്തിയായി വരുന്നു. മസ്ജിദുകളിൽ ഇഫ്താർ സംഗമത്തിനുള്ള സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. മാസപ്പിറവി കാണുന്നതോടെ വരുന്ന തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വ ദിവസങ്ങളിൽ പുണ്യ റമദാൻ മാസത്തിന് തുടക്കമാകും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഓടാം തുല്യത നേടാൻ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് മാരത്തോൺ സംഘടിപ്പിച്ചു. നഗരസഭാ ഓഫീസ് പരിസരത്തു നിന്നും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. ബാലൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിലാണ് ഓടാം തുല്യത നേടാൻ എന്ന സന്ദേശവുമായി മാരത്തോൺ സംഘടിപ്പിച്ചത്. നഗരസഭ ഓഫീസ് പരിസരത്ത് നിന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. ബാലൻ മാരത്തോണിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പ്രൗഢഗംഭീരമായ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമായിട്ടാണ് ഈ കൂട്ടയോട്ടം, തുല്യത നേടാനുള്ള കൂട്ടയോട്ടം സംസ്ഥാനത്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇന്ന് നടക്കുന്നത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV സജിത അധ്യക്ഷയായി. CDS അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, വനിതാ ഹോം നഴ്സ് പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 81 കേന്ദ്രങ്ങളിൽ 81 കിലോമീറ്റർ ദൂരത്തിൽ 8100 കുടുംബശ്രീ പ്രവർത്തകർ പങ്കെടുത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 8 സാർവദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഓടാം തുല്യത നേടാൻ മാരത്തോൺ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സാർവദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് തുല്യതയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെറുതാഴം പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ചുമടുതാങ്ങി മുതൽ പിലാത്തറ വരെ സമത്വ സന്ദേശ മാരത്തോൺ സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈസ് പ്രസിഡന്റ് PP. രോഹിണി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MT. സബിത, CDS ചെയർപേഴ്സൺ E. വസന്ത, ജനപ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഏമ്പേറ്റിൽ മേൽപ്പാലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഹൈവേ വികസനത്തിന്റെ ഭാഗമായി ഏമ്പേറ്റിൽ മേൽപ്പാലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. കടന്നപ്പള്ളി, ചെറുതാഴം, ഏഴോം, പരിയാരം പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്നതും 100 കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്നതുമായ പ്രദേശമാണ് ഏമ്പേറ്റ്. നേരത്തെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ MLA ജോൺ ബ്രിട്ടാസ് MP എന്നിവർക്കും കലക്ടർ, നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർക്കും മേൽപ്പാലം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനങ്ങൾ സമർപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായി മേൽപ്പാലം സ്ഥാപിക്കുന്നതിനായി തത്വത്തിൽ തീരുമാനമായതുമാണ്. എന്നാൽ നാഷണൽ ഹൈവേ റോഡിന്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ ദേശീയപാത അധികൃതർ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുകയാണെന്നാരോപിച്ച വാർഡ് മെമ്പർ V. രമണിയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സത്യഗ്രഹം തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എന്നൊരു നിരാശയിലേക്കായിരുന്നു കേരളീയർ അതിൻ്റെ ഭാഗമായി എത്തിച്ചേർന്നത്. ഇച്ഛാശക്തിയോടുകൂടി എല്ലാ വികസന കാര്യങ്ങളും സജീവമായി കണ്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഈ കേരളത്തിലെ ഗവൺമെൻറ് ഈ കാര്യത്തിലും വളരെ ഇച്ഛാശക്തിയോടുകൂടിയ പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചത്. വാർഡ് മെമ്പർ V. രമണി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R. ഗോപാലൻ മാസ്റ്റർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോണ വിൽസന്റ്, KK പത്മനാഭൻ, TR സുരേഷ്, PV മോഹനൻ, TV പത്മലോചനൻ, CK ഷോന, ശരത് K സഹജൻ, K മോഹനൻ, EC മനോഹരൻ, E തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ ബ്ലോക്ക് മുനിസിപ്പൽ ബ്ലോക്ക് വനിതാവേദികളുടെ സംയുക്താഭിമുഖ്യത്തിൽ സാർവദേശീയ വനിതാ ദിനത്തിൽ വിവിധ മേഖലകളിൽ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ കൃഷി ശാസ്ത്രജ്ഞ ഡോക്ടർ ടി വനജയ്ക്ക് ആദരവ് നൽകി. പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KSSPU കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ ദേവകി ടീച്ചർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ ബ്ലോക്ക് മുനിസിപ്പൽ ബ്ലോക്ക് വനിതാവേദികളുടെ സംയുക്താഭിമുഖ്യത്തിൽ മാർച്ച് 8-ന് സാർവദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ കൃഷിശാസ്ത്രജ്ഞ ഡോക്ടർ ടി വനജയ്ക്ക് ആദരവ് നൽകി. പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KSSPU കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ ദേവകി ടീച്ചർ ആദരാർപ്പണം നടത്തി. ഡോക്ടർ ടി വനജ വനിതാ ദിനത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. അത് കാണിക്കുന്ന നമ്മളൊരു ദൈവസങ്കല്പത്തിനും അപ്പുറമായിട്ട് ഇത് രണ്ടും ഒന്നിച്ച് പോകണമെന്നുള്ളതാണ്. അല്ല, നിങ്ങളെല്ലാവരും നോക്കിയാലും ലൈഫ് ഒന്നിച്ച് പോകണമെങ്കിൽ സമ്പൂർണ്ണമായിരിക്കണം. അത് മാത്രമാണ് അതൊരു ദൈവസങ്കല്പത്തിനും അപ്പുറത്തായിട്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്. ബെറ്റർ ഹാഫ് നമ്മുടെ ഇംഗ്ലീഷ് പറയാം. അപ്പോ അതൊരു എന്താ പറയാ, ഈക്വാലിറ്റി എന്നുള്ളതല്ല, നമ്മൾക്ക് ഒരു ഫെമിനിസമായിട്ട് മാറുന്നത് വനിതാ രണ്ടുപേർക്കും ഈക്വാലിറ്റി എന്നുള്ളതാണ്. ആ ഈക്വാലിറ്റിയിൽ പല കഴിവുകളുണ്ടാവും. അത് ഒരാൾക്കില്ലാത്ത കഴിവ് മറ്റേക്കുണ്ടാവും. കെ രാജലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ലളിതകുമാരി, KV സരോജിനി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വനിതകളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രവും ലാബും കുട്ടികളുടെ പാർക്കും ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം ലാബിന്റെയും കുട്ടികളുടെ പാർക്കിന്റെയും ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഫാമിലി ഹെൽത്ത് സെന്ററിൽ പുതുതായി നിർമ്മിച്ച കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനവും ലാബിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചതായി ആദ്യം തന്നെ നിങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു നേർ സാക്ഷ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുളിങ്ങോം FHSC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N അർജുൻ ദേവ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AC പൗലോസ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KK ജോയി, M ബാലകൃഷ്ണൻ, ഷാൻഡി കലാധരൻ, രാധാകൃഷ്ണൻ നായർ, ഹെൽത്ത് ഇൻസ്പെക്ടർ V മുഹമ്മദ് ഷെരീഫ്, ഡോക്ടർ വിഷ്ണു സായി പ്രസാദ്, R ജയകുമാർ, CBM തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രത്തിലും ശിവരാത്രി മഹോത്സവം വിശേഷാൽ പരിപാടികളോടെ ആഘോഷിച്ചു. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം വിശേഷാൽ പരിപാടികളോടെ ആഘോഷിച്ചു. അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, ഇളനീർ അഭിഷേകം, ദീപാരാധന, ശിവപൂജ എന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ കൈകൊട്ടിക്കളി, റിതംസ് മ്യൂസിക് പയ്യന്നൂർ അവതരിപ്പിച്ച ഭക്തിഗാനമേള എന്നിവയും നടന്നു. ലോകത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ പോന്ന ശക്തമായ കാളകൂട വിഷം ഭൂമിയിൽ പതിക്കാതെ ഭഗവാൻ പരമശിവൻ സ്വയം ഏറ്റുവാങ്ങി പാനം ചെയ്ത രാത്രിയാണ് ശിവരാത്രി എന്നാണ് ഐതിഹ്യം. ശിവരാത്രി വ്രതം നോക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നുചേരും. മഹാമൃത്യുഞ്ജയ മന്ത്രം ഉൾപ്പെടെയുള്ള നാമങ്ങൾ ജപിക്കുകയും ക്ഷേത്രങ്ങളിൽ ശിവലിംഗത്തിൽ പാല്, തേൻ, നെയ്യ്, തൈര്, ജലം എന്നിവ ഉപയോഗിച്ചുള്ള അഭിഷേകങ്ങൾ നടത്തുകയും ചെയ്യും. കൂടാതെ കൂവളത്തിലെയും പഴങ്ങളും പൂക്കളും ഭക്തർ വഴിപാടുകളായി സമർപ്പിക്കുന്നു. രാത്രി മുഴുവൻ ഉറങ്ങാതെ ശിവസ്തുതികളിലും ധ്യാനത്തിലും മുഴുകുന്ന ഭക്തർ അടുത്ത ദിവസം സൂര്യോദയത്തിനു ശേഷം പഴങ്ങളോ പാലോ സസ്യാഹാരങ്ങളോ കഴിച്ച് വ്രതം അവസാനിപ്പിക്കുന്നതോടെയാണ് ശിവരാത്രി ചടങ്ങുകൾ അവസാനിക്കുന്നത്. ശിവരാത്രി ദിനത്തിൽ കൂവളത്തില അബദ്ധത്തിലെങ്കിലും ശിവലിംഗത്തിൽ അർപ്പിക്കുകയാണെങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളും ശിവന്റെ അനുഗ്രഹവും ഉണ്ടാകുമെന്നും വിശ്വാസമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.
എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ സ്ത്രീ പദവി പഠനത്തിന്റെ ഭാഗമായുള്ള കരട് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല പ്രകാശനം നിർവഹിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ സ്ത്രീ പദവി പഠനത്തിന്റെ ഭാഗമായുള്ള കരട് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല പ്രകാശനം നിർവഹിച്ചു. എല്ലാ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും കണ്ണൂർ ജില്ലയ്ക്കകത്ത് ഏറ്റെടുത്തിട്ടുള്ള ഒരു പദ്ധതിയാണ് സ്ത്രീ പദവി പഠനം എന്നുള്ളത്. എന്തിനാണ് ഈ പദ്ധതി ഉണ്ടാക്കിയിട്ടുള്ളത്? വെറുതെ DPC ഒരു നിർദ്ദേശം വെച്ചതല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TK രാജൻ, K സരിത, MK കരുണാകരൻ, M അരുൺ, A ഷംസുദ്ദീൻ, CP ലക്ഷ്മിക്കുട്ടി, അസിസ്റ്റന്റ് സെക്രട്ടറി AK വേണുഗോപാലൻ, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ അതുല്യ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ചുമതല സ്ത്രീകൾക്ക് മാത്രമായി നൽകിയത് വേറിട്ട കാഴ്ചയായി. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് മാതൃകാ പ്രവർത്തനം. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തനം പുരുഷന്മാർ ഉൾപ്പെടെ ഉള്ളവരാണ് നടത്തി വന്നിരുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് സ്ത്രീകളെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ ലോക വനിതാ ദിനത്തിൽ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ചുമതല സ്ത്രീകൾക്ക് മാത്രമായി നൽകിയത്. സ്റ്റേഷൻ മാസ്റ്ററായി V ഷിൽനയും ടിക്കറ്റ് നൽകാൻ കമേഴ്ഷ്യൽ ക്ലർക്കായി AK ശ്രീകലയും പോയിന്റ്മാനായി K ശരണ്യയുമാണ് സ്റ്റേഷനിൽ ചുമതല നിർവഹിച്ചത്. പിന്നെ ഇന്നിപ്പോൾ 3 പേരും ലേഡീസ് സ്റ്റാഫാണ്. കൊമേഴ്ഷ്യൽ ക്ലർക്ക്, പോയിന്റ്സ്മാൻ, SM 3 പേര് ലേഡീസാണ് സ്റ്റേഷൻ ലീഡ് ചെയ്യുന്നത്. സാധാരണ പോലെ തന്നെ നമുക്കിത് പ്രത്യേകിച്ച് ഒരു ടാസ്ക്കായിട്ടൊന്നും തോന്നുന്നില്ല. പുരുഷന്മാർ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് ഇവിടെയുള്ള ഓരോ ലേഡിയും ചെയ്യുന്നത്. അത് അവരോടൊപ്പം തന്നെ എല്ലാവരും നല്ല രീതിയിൽ നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്നവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ നിന്ന് ലീഡ് ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. വളരെ ഹാപ്പിയാണ് എല്ലാവരും. അതിനോടൊപ്പം തന്നെ എല്ലാ സ്ത്രീകളും 2 പേരും കൂടെ വർക്ക് ചെയ്യുന്ന 2 പേരും തന്നെ നല്ല സപ്പോർട്ടാണ്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരാലംബരായ 11 വയോജനങ്ങൾക്ക് മാത്തിൽ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിരാലംബരായ 11 വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തത്. മാതിൽ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇപ്രാവശ്യം നമുക്ക് 11 പേർക്ക് മാത്രമാണ് കൊടുക്കാൻ വേണ്ടി പറ്റുക. അത് സർക്കാരിൻ്റെ കർശനമായിട്ടുള്ള നിർദ്ദേശം അതിനകത്ത് വന്നതുകൊണ്ടാണ്. വയോജനങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് എല്ലാ ആളുകൾക്കും നമുക്കിത് കൊടുക്കാൻ വേണ്ടി പറ്റാതിരിക്കുന്നത്. ഇനിയും ഈ കട്ടിലിന് അർഹതയുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ട് എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുരേഷ് ബാബു അധ്യക്ഷനായി. ICD സൂപ്പർവൈസർ MP നീതു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG ബിന്ദുമോൾ, E രാജൻ, ബാബു കുര്യാക്കോസ്, പഞ്ചായത്ത് സെക്രട്ടറി K മോഹനൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ബിറ്റാജ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. വനിതാ ദിനത്തിന്റെ ഭാഗമായി കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ഓടാം തുല്യത നേടാം റൺ ഓഫ് ഇക്വാലിറ്റി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഹ്വാനപ്രകാരം മാർച്ച് 8 സാർവദേശീയ ദിനാചരണത്തിന്റെ ഭാഗമായാണ് വനിതകളുടെ സമത്വ സന്ദേശ മാരത്തോണിന്റെ ഭാഗമായി കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ഓടാം തുല്യത നേടാം റൺ ഓഫ് ഈക്വാലിറ്റി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു മാരത്തോണിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. നമുക്കറിയാം, സ്ത്രീകൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഏറ്റവും നമ്മുടെ ചവിട്ടുവടി എന്നത് കുടുംബശ്രീ പ്രസ്ഥാനമാണ്. കുടുംബശ്രീ പ്രസ്ഥാനം വളർന്നു പന്തലിച്ച് നിൽക്കുന്ന ഈ ഒരു വേളയിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നമ്മുടെ കരുവള്ളൂർ പെരളം പഞ്ചായത്തിലും റൺ ഫോർ ഇക്വാലിറ്റി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ സഹോദരിമാർ ഒരു മാരത്തോൺ ഓട്ടം സംഘടിപ്പിച്ചിട്ടാണുള്ളത്. കരുവള്ളൂർ ബസാർ മുതൽ AKG വായനശാല കുതിരി വരെയാണ് മാരത്തോൺ സംഘടിപ്പിച്ചത്. വായനശാല പരിസരത്ത് നടന്ന സമാപന ചടങ്ങ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ TV നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. CDS ചെയർപേഴ്സൺ PV സുനിത, വാർഡ് മെമ്പർമാരായ രമണി, പ്രിയ, ലൈബ്രറി കൗൺസിൽ അംഗം രവീന്ദ്രൻ, ADS സെക്രട്ടറി അജിത, ADS വൈസ് ചെയർപേഴ്സൺ TV സ്വപ്ന തുടങ്ങിയവർ സംസാരിച്ചു.
നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. അമ്മയുടെ ഭൗതിക ശരീരം സംസ്കരിക്കാൻ പോയപ്പോൾ ശ്മശാനത്തിന്റെ ദുരവസ്ഥ കണ്ട മക്കൾ അമ്മയുടെ സ്മരണയ്ക്കായി ആധുനിക രീതിയിലുള്ള ശ്മശാനം പണിത് നാടിന് സമർപ്പിച്ചു. കണ്ണപുരം മാറ്റാങ്കിയിൽ പറമ്പത്ത് കാരോത്ത് പൊതുശ്മശാനത്തിലാണ് പൊയ്യിൽ കാർത്യായനിയമ്മയുടെ സ്മരണാർത്ഥം ആധുനിക രീതിയിൽ നിർമ്മിച്ച ശ്മശാനം മക്കൾ നാടിനുവേണ്ടി സമർപ്പിച്ചത്. അമ്മയുടെ ഭൗതിക ശരീരം സംസ്കരിക്കാൻ പോയപ്പോൾ ശ്മശാനത്തിന്റെ ദുരവസ്ഥ കണ്ട മക്കൾ അമ്മയുടെ സ്മരണയ്ക്കായി ആധുനിക രീതിയിലുള്ള ശ്മശാനം പണിത് നാടിന് സമർപ്പിച്ചു. കണ്ണപുരം മാറ്റാങ്കിൽ പറമ്പത്ത് കാരോത്ത് പൊതുശ്മശാനത്തിലാണ് പൊയ്യിൽ കാർത്യായനിയമ്മയുടെ സ്മരണാർത്ഥം ആധുനിക രീതിയിൽ നിർമ്മിച്ച ശ്മശാനം മക്കൾ നാടിനു വേണ്ടി സമർപ്പിച്ചത്. ഒരേ സമയം 2 മൃതദേഹം ദഹിപ്പിക്കാനുള്ള ആധുനിക രീതിയിലുള്ള ചൂള, ഉയരത്തിലുള്ള പുകക്കുഴൽ, ശ്മശാനത്തിൽ എത്തിയവർക്ക് ഇരിക്കാനുള്ള മനോഹരമായ ഇരിപ്പിടം, ചുറ്റും വൈദ്യുതി വെളിച്ചം എന്നിവ അടക്കമുള്ള കെട്ടിടമാണ് നിർമ്മിച്ചു നൽകിയത്. കാർത്യായനിയമ്മയുടെ 1ാം ചരമവാർഷികത്തിലാണ് ശ്മശാനം നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചത്. കാർത്യായനിയമ്മയുടെ മക്കളായ മധു, രമേശ്, മുരളി, രതീഷ്, ബാബു, കുടുംബാംഗങ്ങൾ എന്നിവർ ചേർന്ന് ശ്മശാന കമ്മിറ്റിക്ക് കെട്ടിടം കൈമാറി. ഗ്രാമപഞ്ചായത്ത് അംഗം പി രമേശൻ അധ്യക്ഷനായി. കെ വി രൂപേഷ്, നിശാന്ത് മടപ്പുര, സുജിത്ത് പൂക്കോട്ടി, സുജിത്ത് പണ്ണേരി, പടിയിൽ നാരായണൻ, ടി വി ഷിജു, വി പി സജീഷ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സദേൺ നേവൽ കമാൻഡ് കോൺട്രാക്ടേഴ്സ് വർക്കേഴ്സ് യൂണിയൻ CITU ഏഴിമല നേവൽ അക്കാദമി മേഖലാ കൺവെൻഷൻ രാമന്തളി OK മന്ദിരത്തിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. സദേൺ നേവൽ കമാൻഡ് കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ CITU ഏഴിമല നേവൽ അക്കാദമി മേഖലാ കൺവെൻഷൻ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വിരുദ്ധ നയം നടപ്പിലാക്കുന്ന BJP സർക്കാരിനെതിരെ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ടി ഗോവിന്ദൻ, KPV രാഘവൻ, PV വിജയൻ, PV സുജാത, വി പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എരമംകുറ്റൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 8 സാർവദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഓടാം തുല്യത നേടാൻ മാരത്തോൺ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഫ്ളാഗ് ഓഫ് ചെയ്തു. എരമംകുറ്റൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് മാതമംഗലം ബസാർ കേന്ദ്രീകരിച്ച് സമത്വ സന്ദേശ മാരത്തോൺ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഇന്ന് മാരത്തോൺ സംഘടിപ്പിച്ചിരിക്കുകയാണ്. തുല്യത നേടാൻ ഓടാം എന്നുള്ള ക്യാപ്ഷൻ വെച്ചുകൊണ്ടാണ് ഈ പരിപാടി എരമംകുറ്റൂർ പഞ്ചായത്തിന്റെ CDS തയ്യാറാക്കിയിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ്, K സരിത, AK വേണുഗോപാലൻ, ആലിസ് ജോയ്, ശ്രീജ ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഗുരുതരമായ വൃക്കരോഗം ബാധിച്ച് ചികിത്സയിലുള്ള ചെറുതാഴം മേലെ അതിയിടത്തെ P ശ്രീഷ്ണ. സഹോദരൻ വൃക്ക നൽകാൻ തയ്യാറാണെങ്കിലും അതിനാവശ്യമുള്ള വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഈ കുടുംബത്തെ അലട്ടുന്ന പ്രശ്നം. ശ്രീഷ്ണയ്ക്കായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് നാട്ടുകാർ. ആഴ്ചയിൽ 3 ഡയാലിസിസ് നടത്തിയാണ് 28-കാരിയായ ശ്രീഷ്ണയുടെ ജീവൻ നിലനിർത്തുന്നത്. അടിയന്തരമായി വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് ശ്രീഷ്ണയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ഏക മാർഗമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. വൃക്ക നൽകാൻ സഹോദരൻ തയ്യാറാണ്. ഇതിനായുള്ള ക്രോസ് മാച്ചിംഗ് ടെസ്റ്റുകളെല്ലാം പൂർത്തിയായി. വൃക്ക മാറ്റിവെക്കാനും തുടർ ചികിത്സയ്ക്കുമായി 20 ലക്ഷത്തോളം രൂപ ചിലവ് വരുമെന്നാണ് ആശുപത്രിയിൽ നിന്നും അറിയിച്ചിട്ടുള്ളത്. ഒരു കടയിലെ സെയിൽസ്മാനായ ഭർത്താവിന്റെ തുച്ഛമായ വരുമാനമാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ KV ബിന്ദു അധ്യക്ഷയായി ശ്രീഷ്ണ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത്. സഹോദരൻ കിറ്റ് നൽകാൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോഴും ഈ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് ഇതിന് വേണ്ടി വരുന്ന 20 ലക്ഷത്തിലധികം വരുന്ന തുക കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു കീറാമെട്ടിയായ പ്രശ്നമായി മാറുകയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളിവിടെ ശ്രീഷ്ണ ചികിത്സാ സഹായ നിധി എന്ന പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് നാട്ടുകാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ണിയേട്ടൻ്റെയും വാർഡ് മെമ്പർ ശ്രീമതി ബിന്ദു KVയുടെയും നേതൃത്വത്തിൽ
ശ്രീകൃഷ്ണ ചികിത്സാ സഹായ കമ്മിറ്റി എന്ന രീതിയിൽ രൂപീകരിക്കുവാനിടയായത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, M. വിജിൻ MLA, മുൻ MLA TV രാജേഷ്, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ, പിലാത്തറ ഹോപ്പ് മാനേജിംഗ് ട്രസ്റ്റി KS ജയമോഹൻ എന്നിവർ രക്ഷാധികാരികളാണ്. ശ്രീകൃഷ്ണ ചികിത്സാ സഹായ നിധി അക്കൗണ്ട് നമ്പർ 40423101074181 IFSC കോഡ് KLGB 004023 കേരള ഗ്രാമീൺ ബാങ്ക് ചെറുതാഴം. ഗൂഗിൾ പേ നമ്പർ 9747358556. ഉദാരമതികൾക്ക് തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഈ അക്കൗണ്ട് നമ്പറിൽ എത്തിച്ചു നൽകാം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേരള സർക്കാരിന്റെ തൊഴിലാളി ശ്രേഷ്ഠ അവാർഡിന് ടി ഭാർഗവൻ അർഹനായി. CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ, കണ്ടോത്ത് V1 ക്ലബ്ബ് എന്നിവർ സംയുക്തമായി ടി ഭാർഗവന് സ്വീകരണം നൽകി. 19 മേഖലകളിൽ ശ്രേഷ്ഠമായ പ്രകടനം കാഴ്ചവെച്ച തൊഴിലാളികൾക്കാണ് തൊഴിലാളി ശ്രേഷ്ഠ അവാർഡ് നൽകുന്നത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലത്തുകയുള്ള അംഗീകാരം കൂടിയാണിത്. തിരുവനന്തപുരത്ത് വെച്ച് മന്ത്രി V. ശിവൻകുട്ടിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി തിരിച്ചെത്തിയ ടി ഭാർഗവന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടോത്ത് V1 ക്ലബിന്റെയും CITU ചുമട്ടുതൊഴിലാളി യൂണിയന്റെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തൊഴിലാളി മേഖലയിലും കായിക മേഖലയിലും മികവ് തെളിയിച്ച വ്യക്തിയാണ് ടി ഭാർഗവൻ. ജപ്പാനിലും സിംഗപ്പൂരിലും നടന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിച്ചു. കൂടാതെ നിരവധി ദേശീയ മത്സരങ്ങളിൽ മെഡലുകൾ ദീർഘദൂര ഓട്ട മത്സരത്തിൽ നേടിയിട്ടുണ്ട്. ദേശീയ സീനിയർ ഖോ-ഖോ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷമായി കുട്ടികൾക്ക് ഖോ-ഖോ, അത്ലറ്റിക്സ് എന്നിവയിൽ കോച്ചിംഗ് നൽകുന്നുണ്ട്. V1 കണ്ടോത്തിന്റെ താരമായ ഭാർഗവൻ കേരളോത്സവ മത്സരങ്ങളിൽ ഒട്ടനവധി മെഡലുകൾ നേടിയിട്ടുണ്ട്. ഭാര്യ സീമ, മകൾ യൂണിവേഴ്സിറ്റി ഖോ-ഖോ താരമായ മിഥുന, 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനന്തു എന്നിവരടങ്ങുന്നതാണ് ടി ഭാർഗവന്റെ കുടുംബം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. +2 വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലനത്തിന് സഹായിക്കാൻ പയ്യന്നൂർ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി EduAt എഡ്യൂക്കേഷണൽ ആപ്പ് തയ്യാറാക്കി. കോളേജ് ക്യാമ്പസിൽ വെച്ച് നടന്ന ചടങ്ങിൽ TA മധുസൂദനൻ MLA ആപ്പ് പുറത്തിറക്കി. +2 വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലനത്തിന് സഹായത്തിനായി പയ്യന്നൂർ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തയ്യാറാക്കിയ EduAt എഡ്യൂക്കേഷണൽ ആപ്പ് TA മധുസൂദനൻ MLA പുറത്തിറക്കി. ഓൺലൈൻ പഠനത്തിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും കേരളത്തിൽ നിലവിലുണ്ടെന്നും ഇതുപോലെയുള്ള ആപ്പുകൾ കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും സങ്കീർണമായ വിഷയങ്ങൾ ലളിതമായി പഠിക്കുവാനും സഹായിക്കുമെന്നും TA മധുസൂദനൻ MLA പറഞ്ഞു. +2 സയൻസ് വിഷയങ്ങളിൽ ഓൺലൈൻ പഠനരംഗത്തെ വിദഗ്ധർ തയ്യാറാക്കിയ നോട്ടുകളും വീഡിയോ ക്ലാസുകളും ഈ ആപ്പിലൂടെ വിദ്യാർത്ഥികൾക്ക് തികച്ചും സൗജന്യമായി ലഭിക്കും. കീം എൻട്രൻസ് എഴുതാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരിശീലനത്തിന് സഹായിക്കുന്ന മാതൃകാ ചോദ്യപേപ്പറുകളും ഉത്തരസൂചികകളും ഈ ആപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രവേശന പരീക്ഷയെക്കുറിച്ചുള്ള അറിയിപ്പുകളും ഈ ആപ്പിലൂടെ അറിയാൻ സാധിക്കും. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് EduAt എന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കോളേജ് കൺവീനർ TK രാജേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ AV ലീന, കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുരേഷ് ബാബു, PC അശോകൻ, KP ജയബാലൻ, കോളേജ് ഡീൻ ഡോക്ടർ സൂസൻ എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വനിതാ ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ജുജു ഗോൾഡിന്റെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെ ആദരിച്ചു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ NV സ്വപ്ന ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാർവദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ജുജു ഗോൾഡിന്റെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച 35ഓളം വനിതകളെ പൊന്നാടിയും മൊമന്റോയും നൽകി ആദരിച്ചു. ജുജു ഗോൾഡ് ഷോറൂമിൽ നടന്ന ആദരം ചടങ്ങ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ NV സ്വപ്ന ഉദ്ഘാടനം ചെയ്തു. ഏതാനും വനിതകൾ, സ്ത്രീകൾ കൂടിയിട്ട് അവരുടെ ദിവസമായിട്ടൊരു ദിവസം വേണം എന്നുള്ള അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് അവർ ഒരുമിച്ച് കൂടി അന്നത്തെ ഒരു ദിവസം അവരങ്ങ് വനിതാ ദിനമായി ആചരിക്കുകയും പിന്നീട് അതിങ്ങോട്ട് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ വനിതാ ദിനമായിട്ട് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും, അല്ലേ? ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ തരംഗമായിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ന് ഇവിടെ ഇരിക്കുന്ന വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണെന്ന് എനിക്ക് ഓരോരുത്തരെയും എനിക്കറിയില്ല, എന്നാൽ എനിക്ക് അറിയുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ എനിക്ക് അതൊന്ന് മനസ്സിലായി. സ്മിതു അധ്യക്ഷത വഹിച്ചു. സ്നേഹ സതീശൻ, സ്നേഹ സനോജ്, അമേയ രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ആദരം ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS കുടുംബശ്രീ ജില്ലാ മിഷൻ സംയുക്തമായി വനിതാ മാരത്തോൺ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ ഫ്ലാഗ് ഓഫ് ചെയ്തു. മാർച്ച് 8 സാർവദേശീയ വനിതാ ദിനത്തിന്റെ ഭാഗമായി ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS കുടുംബശ്രീ ജില്ലാ മിഷൻ സംയുക്തമായി സംഘടിപ്പിച്ച വനിതാ മാരത്തോൺ പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ ഫ്ലാഗ് ഓഫ് ചെയ്തു. കണ്ണപുരം പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്നും ആരംഭിച്ച് ചെറുകുന്ന് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. CDS ചെയർപേഴ്സൺ KV നിർമ്മല അധ്യക്ഷത വഹിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ നിർമ്മല, നിഷ KP എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെങ്ങൽ ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം കുണ്ടത്തിൻകാവ് കളിയാട്ട മഹോത്സവത്തിന് ഭക്തജന തിരക്ക്. 3 ദിവസങ്ങളിലായി നടന്ന കളിയാട്ട മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിയത്. ചെങ്ങൽ ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച ബാലികമാരുടെ താലപ്പൊലിയോടുകൂടിയ വർണ്ണശബളമായ തിരുമുൽക്കാഴ്ചയും വരവേൽപ്പും നടന്നു. തുടർന്ന് കരിമരുന്ന് പ്രയോഗവും ഉണ്ടായി. 100 കണക്കിന് യുവാക്കൾ അണിചേർന്ന കാഴ്ചവരവ് ഏറെ ശ്രദ്ധേയമായി. വീരനും വീരാളിയും, തീച്ചാമുണ്ടിയുടെ അഗ്നിപ്രവേശവും, പുതിയ ഭഗവതി, കണിയാൽ ഭഗവതി, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങളുടെ തിരുപ്പുറപ്പാടും നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി അന്നദാനവും ഉണ്ടായി. ആറാടിക്കൽ ചടങ്ങോടെ കളിയാട്ട മഹോത്സവം സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ റെയിൽവേ ശ്രീ മുത്തപ്പൻ ക്ഷേത്രം തിരുവപ്പന മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവപ്പനയും ശ്രീ മുത്തപ്പൻ വെള്ളാട്ടവും നടന്നു. 2 ദിവസങ്ങളിലായി നടക്കുന്ന തിരുവപ്പന മഹോത്സവത്തോടനുബന്ധിച്ച് അന്നദാനവും നടന്നു. പയ്യന്നൂർ റെയിൽവേ ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവപ്പന മഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. തിരുവപ്പന മഹോത്സവത്തോടനുബന്ധിച്ച് ഗണപതി ഹോമം, മുത്തപ്പൻ വെള്ളാട്ടം, കളിക്കപ്പാട്ട്, കലശമെഴുന്നള്ളത്ത് എന്നിവ നടന്നു. സമാപന ദിവസം പുലർച്ചെ 5 മണിക്ക് തിരുവപ്പന പുറപ്പാട് നടന്നു. തിരുവപ്പന മഹോത്സവത്തോടനുബന്ധിച്ച് അന്നദാനവും ഉണ്ടായി. ഒളവറ മുണ്ടിയക്കാവ് കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. കളിയാട്ട മഹോത്സവം മാർച്ച് 10 സമാപിക്കും. ഒളവറ മുണ്ടിയക്കാവ് കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ഇളമ്പച്ചി മണക്കാട് ശ്രീ വരീക്കര ഭഗവതി ക്ഷേത്ര പരിസരത്തു നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെയാണ് വർണ്ണശബളമായ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെട്ടത്. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മാർച്ച് 9 ശനിയാഴ്ച രാത്രി 7 മണിക്ക് വരീക്കര ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ശിങ്കാരിമേളം, മുത്തുക്കുടകൾ, താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ വർണ്ണശബളമായ കാഴ്ച പുറപ്പെടും. മാർച്ച് 10 സമാപന ദിവസം അങ്കക്കുളങ്ങര ഭഗവതി, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യങ്ങൾ അരങ്ങിലെത്തും. സമാപന ദിവസം അന്നദാനവും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വാമിമുക്കിൽ നാർക്കൽ മുണ്ടിയ കുന്നിടിച്ച് മണ്ണെടുക്കാനുള്ള ശ്രമം നാട്ടുകാർ വീണ്ടും തടഞ്ഞു. തടഞ്ഞവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അറസ്റ്റ് ചെയ്ത് മാറ്റിയത് CPM ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ. കാസർഗോഡ് പാർലമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പയ്യന്നൂർ നിയോജക മണ്ഡലം LDYF യുവജന കൺവെൻഷൻ ടി മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധ റമദാനെ വരവേൽക്കാൻ ഒരുങ്ങി വിശ്വാസി സമൂഹം. മുന്നോടിയായി മസ്ജിദുകളിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു. മാസപ്പിറവി കണ്ടാൽ അടുത്ത ആഴ്ച ആദ്യ ദിവസത്തോടെ റമദാൻ മാസാചരണത്തിന് തുടക്കമാകും. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ മാരത്തോൺ പരിപാടി സംഘടിപ്പിച്ചത് ഓടാം തുല്യത നേടാൻ എന്ന സന്ദേശവുമായി. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.